ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനത പരിഹരിക്കില്ല. ന്യൂനത ഉള്ളതുകൊണ്ട് പുതിയ നല്ല സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനം എംപിമാർക്ക് എടുക്കാമായിരുന്നു. അതിനു പകരം ഇല്ലാത്ത ഒരു ബലക്ഷയം അവിടെ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്തൊരു മാസപ്പടി ഉണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. ഇവരിൽ ആർക്കോ പ്രത്യേക താല്പര്യം, ആർക്കോ ഞങ്ങൾ 5 ലക്ഷം രൂപ നിലവിൽ വാടക ഉണ്ടായിരുന്ന കെട്ടിടം അത് മാറ്റി ഇപ്പോൾ പുതുതായിട്ട് 8 ലക്ഷം രൂപ വാടകയാണ് ഓരോ മാസവും ആ കെട്ടിടം കൊണ്ട് കിട്ടാൻ പോകുന്നത്. അതിൽ നിന്നൊരു വിധം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നാടകം കളിക്കേണ്ട സാഹചര്യമില്ലായിരുന്നു എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുന്നത്. അന്ന് ഞാൻ നിരവധി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട 3-4 തവണ അവിടെ സമരം നടത്തിയപ്പോൾ പറഞ്ഞു, ഇത് തോമസ് ചാഴികാടനുള്ള വൈരാഗ്യം തീർക്കാൻ മഞ്ഞക്കടന്ന് തീർത്ത് നടക്കുന്ന അഭിപ്രായമാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അവരുടെ അണികളിട്ടായിരുന്നു. അവിടെ ഞാൻ എനിക്കുന്ന തോമസ് ചാഴികാട് വൈരാഗ്യം, എനിക്ക് തോമസ് ചാഴികാട് ഒരു വൈരാഗ്യവും ഇല്ല. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ ഇവിടെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്റ്റീഫൻ എന്ന് പറയുന്ന ആ കെട്ടിട ഉടമസ്ഥൻ അദ്ദേഹം നല്ല വിൽപ്പവറുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായ പവറുള്ള ആളായിരിക്കാം. പക്ഷെ ഒരു പാവപ്പെട്ടവരുടെ സാധാരണക്കാരാണ്, അവൻ ആത്മഹത്യയുടെ ഗതികളല്ലേ വരുന്നത്. അദ്ദേഹത്തിന് 15,000-ഓളം അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം അത് ബലക്ഷയമുണ്ട് എന്ന് പറഞ്ഞ്, ഇല്ലാത്ത ബലക്ഷയമുണ്ട് എന്ന് പറഞ്ഞു പരത്തി അയാളെ തകർക്കുക എന്ന് പറഞ്ഞാൽ ആ കെട്ടിടത്തിലേക്ക് ഇനി സ്വാഭാവികമായിട്ടും ആരെങ്കിലും പോയി അവിടെ ഒരു സ്ഥാപനം നടത്താൻ തയ്യാറാകുമെന്നത് കണ്ടറിയണം. ഏതായാലും അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് നടക്കും. പിന്നെ ഇതിന്റെ മറ്റു സത്യങ്ങൾ മനസ്സിലാക്കി തീരുമാനമെടുത്തത് 2023 ഫെബ്രുവരി മാസം 15-ാം തീയതി കറുകച്ചാൽ സ്വദേശിയായ ഒരു പയ്യനോടെന്ന് പറഞ്ഞു, അവൻ നിൽക്കുമ്പോൾ ഇളകുന്നു കണ്ടെന്നാണ് പറയുന്നത്. ഉടനെ ഇവർ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഉദ്യോഗസ്ഥർ നീ വെള്ളപ്പേപ്പർ എഴുതി തരാൻ പറഞ്ഞു. അവരെ കണ്ട് വെള്ളപ്പേപ്പർ എഴുതി വാങ്ങിച്ചു. ആ നിമിഷം തന്നെ അന്ന് തന്നെ പാസ്പോർട്ട് സേവാ കേന്ദ്രം കൂട്ടാൻ ഒരു മുന്നറിയിപ്പില്ലാതെ കൂട്ടാനോടെ തീരുമാനമെടുക്കുന്നു. തീരുമാനമെടുത്ത് പെട്ടെന്ന് വെള്ളിലേക്ക് നിർദ്ദേശങ്ങൾ പോകുന്നു. ഇതാണ് അവിടെ നടത്തുന്ന നാടകം. അതിനുശേഷം ഞങ്ങൾ സമരം ചെയ്തപ്പോൾ MP നേരെ കേന്ദ്രമന്ത്രിയെ കാണുന്നു, സംസാരിക്കുന്നു. ഉടൻ പാസ്പോർട്ട് കേന്ദ്രം മറ്റൊരു സ്ഥാപനത്തിലേക്ക് വരും. ഞങ്ങൾ പറഞ്ഞു, ഇത് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്നു പോലെയല്ല, ഇത് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടി ഇതിനുവേണ്ടി ശ്രമിക്കുന്നു. ഇപ്പം ഫ്ലക്സ് അടിച്ചിരിക്കുന്നു, പോസ്റ്റർ അടിക്കുന്നു പറയുന്നു. ഞാൻ നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ട് സേവാ കേന്ദ്രം തിരിച്ചു പിടിച്ചെടുത്ത് ഞാൻ വീണ്ടും ഇത് കോട്ടയത്തിന് സമ്മാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പഠനവുമായിട്ട് നീക്കുക. ഇത് തട്ടിപ്പാ. ഞാൻ ചോദിക്കട്ടെ, ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രം UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ ആണ് ഇവിടെ വന്നത്. അന്ന് ജോസ് കെ മാണി MP UDP-ന്റെ MP UPA ഗവൺമെന്റ് അനുവദിച്ച പാസ്പോർട്ട് സേവാ കേന്ദ്ര. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഓരോ മാസവും 5 ലക്ഷം രൂപ കൃത്യം 1-ാം തീയതി കെട്ടിട ഉടമയ്ക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഇതിന്റെ പണം വാടക ചെല്ലുമായിരുന്നു. അപ്പൊ അത് മാറ്റി ഞങ്ങൾ MP-മാർക്ക് താല്പര്യമുള്ള ആളിന്റെ അക്കൗണ്ടിലേക്ക് 8 ലക്ഷം രൂപ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് നേട്ടമോ ലാഭമോ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 1 വർഷക്കാലമായി കോട്ടയത്തെ ജനങ്ങളെ കബളിപ്പിച്ചതെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ 1 വർഷക്കാലം നമ്മുടെ ഈ കോട്ടയത്തു നിന്നുള്ള ആളുകൾ പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുവാനുള്ള അതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ നിലവിലുള്ള ഈ 2 MP-മാരാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ബലക്ഷയമില്ലാത്ത കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന് പ്രചരിപ്പിച്ച ഗൂഢാലോചന നടത്തിയ അവർ നിലവിലെ ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉടമയോട് സത്യത്തിൽ മാപ്പ് പറയുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഇവർക്ക് ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുക. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇല്ല ആ കെട്ടിടത്തിന്. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ഒരാൾ വന്നു കണ്ട കെട്ടിടം കുലുങ്ങുന്നു ഇപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പോഴേ MP എഴുതി കൊടുക്കുകയാണോ? അയാൾ പറഞ്ഞത് കുലുങ്ങി എന്ന് പറഞ്ഞാൽ എന്തായാലും എഴുതി കൊടുക്കണോ മാറ്റാൻ? അല്ല, ഉടൻ തന്നെ MP-യുടെ ഉത്തരവാദിത്തം എന്താ? ഞാൻ ചോദിക്കട്ടെ, ഒരു കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടെങ്കിൽ അവിടെ ആ സ്ഥാപനം വീണ്ടും നടത്തിക്കൊണ്ടു പോകാൻ നമ്മൾ ആരും അനുവദിക്കില്ല. ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ MP എന്തിനാ ഈ ബലക്ഷയം ഇല്ലാത്ത കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ട് എന്ന് പറഞ്ഞ പാസ്പോർട്ട് സേവാ എന്താ ഈ സെൻട്രൽ പാസ്പോർട്ട് ഓഫീസർക്ക് എന്തിനാ കത്ത് കൊടുത്തത്? ഒരു MP-യോട് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കട്ടെ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളാ എന്റെ കൂടെ ഒന്ന് പയ്യൻ പറയാ, ഇതാ ഈ നമ്മുടെ പ്രസ് ക്ലബ്ബ് കുലുങ്ങുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ എനിക്ക് കുലുങ്ങുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ പ്രസ് ക്ലബ്ബ് കുലുങ്ങി നമ്മൾ വിചാരിക്കണോ? അപ്പൊ എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യം ഗൗരവത്തിലെടുക്കണം. ഇതിന് ബലക്ഷയമുണ്ടോ എന്ന് പരിശോധിക്കാൻ അപ്പോഴേ അതിനുവേണ്ട നടപടി സ്വീകരിക്കണം. ബലക്ഷയമുണ്ടോ എന്ന് പറയുന്നത് അതിന്റെ എഞ്ചിനീയർമാർ പരിശോധിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ബ്യൂറോ വെറിറ്റേഴ്സ് എന്ന് പറയുന്ന ഈ കമ്പനി, ഇത് 15 ഒരു അന്താരാഷ്ട്ര കമ്പനിയാണ്. അപ്പൊ ഇത് ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ സ്ഥാപനം ഈ കെട്ടിടത്തിൽ യാതൊരു ബലക്ഷയവും ഇല്ലെന്നുള്ള അതിന്റെ അർത്ഥം. അപ്പൊ മറിച്ച് അന്ന് കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാര്യം അവിടെ ചോദിച്ചു, ഇവിടെ ഇത്തരത്തിലൊരു ബലക്ഷയം ഉണ്ട് എന്ന് ആരാ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞാൽ മതിയോ? ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് എടുത്ത്. അതാ ഞങ്ങൾ പറയുന്നത്.
ആ സർട്ടിഫിക്കറ്റ് എടുക്ക്. വിഷയമുണ്ടോ പരിശോധിക്കണം, പരിശോധിച്ചിട്ട് വിഷയം ഉണ്ടെങ്കിൽ മാറ്റി സ്ഥാപിക്കണം, നടപടി സ്വീകരിക്കണം എന്നൊരു കത്ത് കൊടുക്കുന്നതിന് പകരം നേരെ ആണ് ഈ പറഞ്ഞ പോലെ സെൻട്രൽ പാസ്പോർട്ട് ഓഫീസർക്ക് ബഹുമാനപ്പെട്ട MP കത്ത് കൊടുത്തിരിക്കുന്നത് ഇത് വിഷയമാണ്, അതുകൊണ്ട് മാറ്റണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത് ഗൂഢാലോചനമാണ്, ഇതൊരു മാസപ്പടി ഈ ഗൂഢാലോചനകത്തുണ്ട്. അതുകൊണ്ട് ഇത് തെളിയിക്കാൻ, ഇല്ല എന്ന് തെളിയിക്കാൻ കോട്ടയത്തെ MP ബാധ്യതയുണ്ട്. ഇത് ജനങ്ങൾ ബോധ്യപ്പെടണം. ഞങ്ങള് സമരം നടത്തിയപ്പോൾ ഞങ്ങളെ ആക്ഷേപിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇതൊക്കെ പറയേണ്ടി വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ ചുമ്മാ നടത്തിയ സമരമല്ല, ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ സമരമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചെപ്പടി വ്യക്തികൾ അവസാനിപ്പിക്കണം. അവർ ഇതിപ്പോ പറയുന്നത് പറഞ്ഞല്ലോ, എല്ലാ ദിവസവും വലിയ പോസ്റ്റാ ചാഴികാടൻ വാക്ക് പാലിച്ചു. എന്താ വാക്ക് പാലിച്ചു? നിലവിലുണ്ടായിരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രം വേറെ മാറ്റി വാക്ക് പാലിക്കണം. വാക്ക് പാലിക്കുന്നതിനുള്ള ഒരു കുഴപ്പമൊന്നുമില്ല.